Welcome back to Bosco Campus Vision. This is the 12th lecture of Computer Application for Publications. Topic: Designing a Presentation. First one, designing a presentation. When you create a new presentation, by default, it is plain and no designing is applied to it. Designing a presentation comprises of adding some visual elements such as themes, background styles, and different layout. Designing a presentation makes it more attractive and professional. അതായത് നമ്മളൊരു പുതിയൊരു പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഡീഫോൾട്ടായിട്ട് അത് പ്ലെയിൻ ആയിരിക്കും. അതായത് ഡിസൈൻസ് ഒന്നും അപ്ലൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ക്രിയേറ്റ് ചെയ്ത സ്ലൈഡുകൾക്ക് ബാക്ക്ഗ്രൗണ്ട് സ്റ്റൈൽസോ അല്ലെങ്കിൽ തീംസോ അല്ലെങ്കിൽ കളേഴ്സോ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ലേഔട്ട്സോ ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെ അപ്ലൈ ചെയ്യുന്നതിലൂടെ നമ്മുടെ പ്രസൻറ്റേഷൻ മോർ അട്രാക്റ്റീവ് ആൻഡ് വെരി പ്രൊഫഷണൽ. അതായത് ഒരു യൂസറുടെ ചോയ്സാണ് ഏത് സ്റ്റൈൽസിലാണ് നമ്മുടെ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഏതൊക്കെ ലേഔട്ട് വേണമെന്നും ഏതൊക്കെ സ്റ്റൈൽസ് അപ്ലൈ ചെയ്യണമെന്നും അദ്ദേഹത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ച് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ഈസ് അപ്ലൈയിങ് എ തീം. എ തീം ഈസ് എ കോമ്പിനേഷൻ ഓഫ് സ്പെസിഫൈഡ് കളേഴ്സ്, ഫോൺസ്, graphics and styles that determines the overall look of a presentation. Applying a theme ensures uniformity in the presentation. A theme can be applied to all the slides in a presentation or to some selected slides. In order to apply a theme, perform the following steps. First one, open the presentation to which you want to apply a theme. Second step, click the design button on the ribbon tab. Third step, click the More button in the Themes group. A drop-down list appears displaying a list of all available themes. Fourth step, select the desired theme. The selected theme will be applied to all the slides in your presentation. If you want to apply a theme only to some slides in your presentation, first select the required slides in the Slides tab and then apply the theme. അതായത് നമുക്കൊരു തീം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ചെയ്തൊരു പ്രസൻറ്റേഷൻ നമ്മൾ എന്ത് ചെയ്തു, ഓപ്പൺ ചെയ്തു. എന്നിട്ട് എന്താ, ഏറ്റവും മുകളിലായിട്ട് റിബൺ ടാബിൻ്റെ അകത്ത് ഡിസൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തു. ഡിസൈൻ എന്ന് പറഞ്ഞ ബട്ടൺ നമ്മൾ സെലക്ട് ചെയ്തു. അപ്പോഴെന്തായിരിക്കും അതിൻ്റെ അകത്ത് ഡിസൈൻ്റെ അകത്ത് തന്നെ മോർ എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. അതായത് മോർ ബട്ടൺ എന്ന് പറഞ്ഞ ഒരു ബട്ടൺ ഉണ്ട്. അതായത് തീംസ് ഗ്രൂപ്പിൻ്റെ അകത്തുള്ളതാണ്. അതിൻ്റെ അകത്ത് ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് അപ്പിയർ ആവും. അതിൻ്റെ അകത്ത് കുറേ എന്തായിരിക്കും തീംസ് അവൈലബിൾ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ നിന്നും ഒരു തീം സെലക്ട് ചെയ്യുക. ആ തീം സെലക്ട് ചെയ്താൽ നമുക്ക് എന്തായിരിക്കും, നമ്മുടെ സ്ലൈഡ്സിൽ അപ്ലൈ ആവും. നമുക്ക് കുറച്ച് സെലക്റ്റഡ് സ്ലൈഡ്സിന് മാത്രം മതിയെന്നുണ്ടെങ്കിൽ ആ സെലക്റ്റഡ് സ്ലൈഡ്സ് മാത്രം നമ്മൾ സെലക്ട് ചെയ്ത ശേഷം അപ്ലൈ ചെയ്താൽ മതി. ആ തീം ആ സ്ലൈഡ്സിൽ മാത്രമാവും. അങ്ങനെയാണ് ഒരു തീം അപ്ലൈ ചെയ്യുന്നുള്ള മെത്തേഡ്സ്. ശ്രദ്ധിച്ച് ആ തീം എന്നുള്ള ഗ്രൂപ്പ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നതാണ് ഡിസൈൻ എന്നുള്ള ടാബിൻ്റെ അകത്ത് വരുന്നത്. ഇത്രയും ഡിസൈൻസ് കാണും. അതായത് നമ്മുടെ സ്ലൈഡിൻ്റെ അകത്ത് തീമുകൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലിഷ്ടമുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ മൗസ് വെച്ച് മൂവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ സ്ലൈഡിൻ്റെ അകത്ത് ആ ഡിഫറൻസ് നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള ഏത് തീമാണോ വേണ്ടതെന്ന് വെച്ചാൽ നമുക്കത് സെലക്ട് ചെയ്ത് എടുത്താൽ മതി. നെക്സ്റ്റ് വൺ, ചേഞ്ചിങ് തീം കളേഴ്സ്. Theme colors are a set of colors used to color different parts of the slides in a presentation. In case a theme color does not suit your requirement, it can be changed by retaining the basic theme. Perform the following steps to change the theme colors. First one, open the presentation on which you want to change the theme color. Second step, click the Design tab on the ribbon. Third step, click the More button in the Themes group. A drop-down list appears displaying a list of all available themes. Then select the desired theme. The selected theme will be applied to all the slides in your presentation. Then click Color variants of the selected theme appears on the right side of the ribbon. Click the More button in the Variants group. In the resulting menu, move the cursor to the colors option. Color palette appears. Select the required color pattern. It is applied as theme color to the slides.
അതായത് നമ്മൾ ഒരു തീം സെലക്ട് ചെയ്ത് വെച്ച ശേഷം അതിൻ്റെ അകത്തെ സ്ലൈഡിന് എന്താണ് നമുക്ക് ഇഷ്ടപ്പെട്ട കളർ പാലറ്റിൽ കളർ സെലക്ട് ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇവിടെ ഒരു ഫിഗർ കാണിച്ചേക്കുന്ന കണ്ടോ, നമ്മൾ ഡിസൈൻ എന്നുള്ള റിബൺ ടാബിൽ പോയി ഡിസൈൻ ഓപ്ഷൻ സെലക്ട് ചെയ്ത ശേഷം നമുക്ക് എന്താണ് നമ്മുടെ ഡിസൈൻ അല്ലെ തീം ഏതാണ് വേണ്ടതെന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 3 ഓപ്ഷനുണ്ട്. അതിൻ്റെ അകത്ത് വേരിയൻ കളർ പാറ്റേൺസ് ഉണ്ട്. അതായത് കുറേ കളർ പാലറ്റുകൾ നമുക്ക് അതിൻ്റെ അകത്ത് വരും. ശ്രദ്ധിക്കണേ, നോക്കി ആ ഫിഗറിൻ്റെ അകത്ത് കാണാൻ പറ്റും കുറേ കളർ പാലറ്റുകൾ. അത് കർസർ വെച്ച് മൂവ് ചെയ്യുമ്പം നമ്മുടെ സ്ലൈഡിൽ അപ്ലൈ ആവുന്ന ഏത് കളർ കോമ്പിനേഷൻ നമുക്ക് വേണമെന്നുള്ളത് നോക്കി സെലക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ആ കളർ ക്ലിക്ക് ചെയ്താൽ മതി, നമ്മുടെ നമ്മുടെ സ്ലൈഡിൽ അത് അപ്ലൈ ആവും. മനസ്സിലാവുന്നുണ്ടോ? തീമിൻ്റെ കളറ് ചേഞ്ച് ചെയ്യാം. അത് ഓൾറെഡി ഒരു ഡിസൈൻ സെറ്റ് ചെയ്തേക്കുന്ന ആ കളറിന് പുറമേ നമുക്ക് വേറൊരു കളർ ആ തീമിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കളർ പാലറ്റിൽ നിന്നും ഒരു കളറ് നമുക്ക് സെലക്ട് ചെയ്ത് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് വൺ, ആഡിങ് ഓർ ഫോർമാറ്റിംഗ് ബാക്ക്ഗ്രൗണ്ട് സ്റ്റൈൽസ്. Another aspect of designing a presentation is adding background styles. By applying an appropriate background style, the visual quality and appearance of the slide can be improved. A background style can be applied to all the slides in the presentation or to a few selected slides. Perform the following steps to add a background style to the selected slides in the presentation. First one, open the presentation to which you want to add a background style, then click the required style. Second step, click the design tab on the ribbon. Third step, click the format background button in the customize group. A drop down list of all available background style appears. First one, solid fill, gradient fill, picture or texture fill and pattern fills are the options. Then select the desired background style. The selected background style is applied to the selected slide in the presentation. Then if you want to apply the selected background style to all the slides, click apply to all button. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത സ്ലൈഡിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റൈൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഓപ്ഷൻസ് തിരഞ്ഞെടുക്കുന്നത്. നോക്കിയേ, നമുക്ക് റിക്വയർഡ് പ്രസൻറ്റേഷൻ നമ്മൾ ഓപ്പൺ ചെയ്തു. അതുപോലെ തന്നെ ഏത് സ്ലൈഡിലാണ് വേണമെന്ന് വെച്ചാൽ സ്ലൈഡ് സെലക്ട് ചെയ്തു. ഡിസൈൻ ടാബിൻ്റെ അകത്ത് പോയി അതിൻ്റെ അകത്ത് ഫോർമാറ്റ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. കസ്റ്റമൈസ് ഗ്രൂപ്പിൻ്റെ അകത്ത് ഫോർമാറ്റ് ബാക്ക്ഗ്രൗണ്ട്, അതിൻ്റെ അകത്ത് ഫോർമാറ്റ് ബാക്ക്ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ അകത്തുള്ള ഓപ്ഷൻസാണ് സോളിഡ് ഫിൽ, ഗ്രേഡിയൻറ്റ് ഫിൽ, പിക്ചർ ഓർ ടെക്സ്ചർ ഫിൽ, പിന്നെന്താണ് പാറ്റേൺ ഫിൽ. ഇതിലേതെങ്കിലും നമുക്ക് സെലക്ട് ചെയ്ത് വെക്കാം. അതായത് ഇതിലേത് ഓപ്ഷനാണ് വേണമെന്നുള്ളത് നമുക്ക് ഓരോന്നും മൂവ് ചെയ്യുമ്പോൾ, കർസർ മൂവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഓരോന്നും നമ്മുടെ സ്ലൈഡിൻ്റെ അകത്ത് എങ്ങനെയൊക്കെയാണ് അപ്ലൈ ആവുന്നതെന്ന്. മനസ്സിലാവുന്നുണ്ടോ? ഇനി നമുക്ക് എല്ലാ സ്ലൈഡിലും നമ്മൾ ഒരു പ്രസൻറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്കൊരു 10 സ്ലൈഡ് ഉണ്ടെങ്കിൽ ആ 10 സ്ലൈഡിലും ഇത് അപ്ലൈ ആവണമെന്നുണ്ടെങ്കിൽ അപ്ലൈ ടു ഓൾ കൊടുത്താൽ മതി. ഇത് സെലക്ട് ചെയ്ത ശേഷം അപ്ലൈ ടു ഓൾ, അതായത് രണ്ടാമത്തെ ഇതിൻ്റെ അകത്ത് ശ്രദ്ധിച്ച്, രണ്ടാമത്തെ ആ ഇമേജിൻ്റെ അകത്ത് കണ്ടോ കിടക്കുന്നത് അപ്ലൈ ടു ഓൾ താഴെ, അതായത് ഏത് വേണമെന്നുള്ളത് നോക്കി. ഇപ്പോൾ പാറ്റേൺ ഫില്ലാണ് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്ത ശേഷം അപ്ലൈ ടു ഓൾ കൊടുത്താൽ നമ്മൾ ചെയ്ത പ്രസൻറ്റേഷൻ്റെ അകത്ത് എല്ലാ സ്ലൈഡുകളിലും ഇത് അപ്ലൈ ആവും. ഫസ്റ്റ് ഓപ്ഷൻ നോക്കിയേ, സോളിഡ് ഫിൽ. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ദ ബാക്ക്ഗ്രൗണ്ട് ഹാസ് എ സോളിഡ് കളർ ലൈക്ക് റെഡ് ഓർ ബ്ലൂ. അതായത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒരു സോളിഡ് കളർ ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒന്നുകിൽ റെഡോ ബ്ലൂ പോലുള്ള ഒരു സോളിഡ് കളർ കൊണ്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ആവാൻ വേണ്ടിയിട്ടാണ് സോളിഡ് ഫിൽ എന്നുള്ള ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ഓപ്ഷൻ ഈസ് ദ ബാക്ക്ഗ്രൗണ്ട് സ്മൂത്ത് സെഷൻ ഫ്രം വൺ കളർ ടു അനദർ. അതായത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിന് ഇതാണ് ഒരു കളറിൽ നിന്ന് വേറൊരു കളറിലോട്ട് ഒരു സ്മൂത്ത് ട്രാൻസിഷൻ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗ്രേഡിയൻറ്റ് ഫിൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നത്. തേർഡ് വൺ ഈസ് പിക്ചർ ഓർ ടെക്സ്ചർ ഫിൽ. യു ക്യാൻ ഹാവ് എ പിക്ചർ ബാക്ക്ഗ്രൗണ്ട് അപ്പിയർ ഓൺ എവറി സ്ലൈഡ്. അതായത് നമ്മുടെ സ്ലൈഡുകളിലെല്ലാം ഒരു പിക്ചർ ആഡ് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് വൺ ഈസ് പാറ്റേൺ ഫിൽ. ചൂസ് ഫ്രം എ സെലക്ഷൻ ഓഫ് പ്രസൻറ്റ് പാറ്റേൺ ഫിൽസ് ടു അപ്പിയർ ആസ് എ ബാക്ക്ഗ്രൗണ്ട്. നമ്മൾ ഈ പാറ്റേൺ ഫിൽ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ കുറേ പാറ്റേൺസ്, അതായത് ഇപ്പോൾ ഡോട്ടിനിട്ടതും നമ്മൾ ക്രോസിന്
സിഗ്സാഗ് മോഡലിലും ഒക്കെ ഉള്ള നമ്മൾ ചൂസ് ചെയ്ത് വെച്ചേക്കുന്ന കളർ ഇപ്പോൾ റെഡ് കളർ ആണെങ്കിൽ ആ റെഡ് കളറിൻ്റെ ഫോമാറ്റിൽ കുറേ പാറ്റേൺസ് നമുക്കവിടെ ഡിസ്പ്ലേ വരും. അതിൽ നമ്മുടെ പാറ്റേൺ വേണമെന്നുള്ളത് നമ്മൾ അതിൽ നിന്ന് ഒരെണ്ണം ചൂസ് ചെയ്ത ശേഷം എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മുടെ പ്രസൻറ്റേഷൻ ഒരു ഡിസൈൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നുള്ളതാണ് ഇതുവരെ നമ്മൾ പറഞ്ഞത്. അതുപോലെ തീം കൊടുക്കുന്നത് എങ്ങനെയാണ്, പിന്നെ എന്താണ് ബാക്ക്ഗ്രൗണ്ട് സ്റ്റൈൽ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്, കളർ കൊടുക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇതുവരെ ഡിസ്കസ് ചെയ്തത്. Today's question is, write the steps for the following. First one, applying a theme in the presentation. Second question, changing theme colors. Third question, adding or formatting background styles. ഈ 3 കാര്യങ്ങളും ചെയ്യുന്നതിനുള്ള സ്റ്റെപ്സ് മാത്രം എഴുതിയാൽ മതി. അതായത് സ്ലൈഡിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റെപ്സ് ഓരോന്നും ക്വസ്റ്റ്യൻ എഴുതിയ ശേഷം ഓരോ സ്റ്റെപ്സും എഴുതണം.